ഹലോ അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോ ഒരു പോത്തിന് ഞങ്ങൾ വാങ്ങിച്ച് അത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ മൃഗം ഉണ്ടായിരുന്നു, പൂച്ച ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ലവ് ബേർഡ്സ് ഉണ്ട്, അതുപോലെ അണ്ണാനുണ്ടായിരുന്നു, തത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു പോത്തുംകുട്ടിനെയും കൂടി വാങ്ങിയിരിക്കുകയാണ്. ആൾ സുന്ദരക്കുട്ടപ്പനാണ് കേട്ടോ. വെള്ളമൊക്കെ കൊടുത്തു, കാലത്ത് അതിനെ കുളിപ്പിച്ചിട്ട് പറമ്പിൽ കെട്ടാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കുളിപ്പിക്കുന്നത്. അപ്പോൾ ഇതായിട്ട് കാണിച്ചു തരുവാൻ കേട്ടോ. കുളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ നിങ്ങൾ വിളിച്ചത് നോക്കും. ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ നോക്കും. ഒക്കെ കരഞ്ഞു കഴിഞ്ഞാൽ അവനും കരയില്ല. കണ്ടാ ഒന്ന് മൂളിയേ ഇങ്ങോട്ടൊക്കെ കുളിപ്പിക്കുമ്പോൾ ഒക്കെ റെഡിക്ക് ഒന്ന് കാണിച്ചു തരുന്നത് കാണിക്കാൻ വേണ്ടി കേട്ടാ. വാലിൻ്റെ ഭാഗം കഴുകുമ്പോൾ വാലുണ്ട് പൊക്കിയെടുക്കും. എന്നൊക്കെ നോക്കിയാൽ ശരിക്ക് നമ്മൾ പറഞ്ഞിട്ടൊന്നുമല്ല, സ്വയം അത് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് കണ്ടപ്പോൾ അതിശയം തോന്നി. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞ വീഡിയോ എടുത്തിട്ടുള്ളത് തന്നെ. കാല് കഴുകി കൊടുക്കുമ്പോഴും ഒക്കെ അതിനനുസരിച്ച് അത് കാട്ടി കൊടുക്കും. നമ്മൾ പറയുമൊന്നും വേണ്ട, ഇങ്ങനെ നിൽക്ക്, അങ്ങോട്ട് നിൽക്കാക്ക് ഒന്നും ഉണ്ടണ്ട. അത് ഓരോരോ ഭാഗം തേച്ച് കഴുകുമ്പോൾ അതിനനുസരിച്ച് കാട്ടി കൊടുക്കും. അപ്പോൾ അതൊക്കെ ഒരു അനുസരണ തന്നെയല്ലേ. മാഷാ അല്ലാഹ്. അപ്പം ഇതിനൊരു വർഷം നോക്കണം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് വലിയ ഇടയ്ക്കിടയ്ക്ക് ഈ പോത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെ കമൻറ്റുകളൊക്കെ അതിൽ അറിയിക്കണം. കുക്കാക്ക് വാടകയുണ്ട്, വാടക പോകാനാകുമ്പോഴത്തേനും വേഗം കുളിപ്പിക്കുകയാണ്. അപ്പം ഒന്ന് ചടപടേ എന്നുള്ള കുളിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പോത്തിൻ്റെ സമ്മതം ചോദിച്ചില്ല വീഡിയോ എടുക്കുമ്പോൾ. സമ്മതമായിരിക്കും. ഇതങ്ങോട്ട് നോക്കിയടാ, നമുക്ക് സമ്മതമാണ് ഈ തലാട്ടിയെ വീഡിയോ എടുക്കുന്നത്. സമ്മതമല്ലേ തലാട്ടിയെ? ആ കുലിക്ക് നഞ്ഞിട്ടാവും കേട്ടോ. പക്ഷെ നമുക്കിതിനായിട്ട് എടുക്കാം. മൃഗങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിലാണ് നോക്കി വളർത്തായിട്ട് കാര്യമുള്ളൂ കേട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനെ കുളിപ്പിക്കാനും കുടിക്കാനൊക്കെ അറിയില്ല. എന്നാലും വാലിപ്പോഴും താത്തിയിട്ടില്ല ആള്. ഹേയ് ആ ചുണ്ടിൻ്റെ അവിടെ ഒക്കെ തേച്ച് കഴിയും. അതൊക്കെ പിണ്ണാക്കുണ്ട്. കിച്ചുവിൻ്റെ തലയിലില്ലാത്തതാണ് പോത്തിൻ്റെ ചുണ്ടിലുള്ളത് പിണ്ണാക്ക്. ഹായ് ഗൈസ്, നല്ല മഴ വരുന്നുണ്ട്. എനിക്ക് മഴക്കാറ് കാണുന്നുണ്ടോ? വാവ്, നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. ഓ, പണ്ടത്തെ ഒരു കൂക്ക് വരുന്നുണ്ടല്ലോ. പണ്ടത്തെ ഒരു കൂക്ക് വരുന്നുണ്ടല്ലോ. ഷമീറടന്ന് കൂക്കുണ്ടോ? ഒരു കൂ കേട്ടില്ലേ? നിങ്ങളുടെ മുഖം ഒന്ന് കാണിച്ചു തന്നെ, വീഡിയോക്ക് ഒന്ന് പോസ്റ്റ് ചെയ്തേ. ആയി വാ, സുന്ദരകുട്ടപ്പനായി. ആ താടിയുടെ അവിടെ ഒക്കെ കഴുകിയ അതാവും ഇഷ്ടമുണ്ടാവില്ല. മൂക്കയറൊന്നും ഇട്ടിട്ടില്ല. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വേണം മൂക്കയറൊക്കെ ഇടാൻ. എന്തായാലും കുഴപ്പമൊന്നുമില്ല. നല്ല പോത്തും കുട്ടിയാണ്. അതിലൊരു പേര് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്, അപ്പു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അപ്പൂവിന് ഇഷ്ടമായവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ കുളിച്ച് ഇതാക്കി പിടിച്ചിട്ട് എവിടേക്കാണ് പോണത് ഇപ്പോൾ? ഇങ്ങോട്ട് നോക്കടാ. എന്നാ നോക്ക്, തിരിക്ക് നോക്കിയേ, ചെവിയാട്ടിയേ. ഇവിടെ ഇവിടൊക്കെ വീഡിയോക്ക് നോക്ക്. ഇവിടെ നോക്കടാ. ഇത് കണ്ട ഈ വീഡിയോ ആണ് കേട്ടാ.
അന്നെ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ ഇടാൻ പോവാ. ആ സമ്മതമല്ല എനിക്ക്. നേരത്തെ തലയാട്ടാൻ പറഞ്ഞപ്പോൾ ഇപ്പോഴാണ് തലയാട്ടിയത് കേട്ടോ. സമ്മതമെന്നാണ് പറയണത്. ആ തലയാട്ടിയതാ. അവന് സമ്മതക്കുറവൊന്നുമില്ല. സമ്മതം ഇല്ലെങ്കിലും ഞാൻ എടുക്കും. കാരണം ഈ ഞങ്ങളെ വീട്ടിലിപ്പോൾ ഒരു അംഗം പോലെയാണ്. അപ്പോൾ അത് കാരണം ഞങ്ങളെ വീഡിയോയിൽ നീയും ഉണ്ടാവും കേട്ടോ. നമ്മളെ ചെടികളൊക്കെ പോയിട്ടാ. ഇവിടെ കുറേ ചെടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെടിയല്ല വലുത് പോത്താണെന്നുള്ള ലെവലായി. അപ്പോൾ പോത്തിൻ്റെ കുളി പാസ്സാക്കി. ഇനി പോത്തിന് ഫുഡ് കൊടുക്കണത്, പോത്തിന് അതുപോലെ കൊണ്ട് കെട്ടണത്, അങ്ങനെ ഓരോ ദിവസം ഓരോ വീഡിയോ ഇടുന്നതായിരിക്കും. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഞങ്ങൾ പൂച്ചക്കുട്ടീനെ കൊടുത്തു വിട്ടാ. ഞങ്ങൾ പൂച്ചക്കുട്ടീനെ മഴയായപ്പോഴും വീട്ടിൽ വളർത്താനുള്ള സൗകര്യം കുറവായി. അതിന് ഉണങ്ങിയ മണ്ണൊക്കെ കിട്ടണം. അതിന് പുറത്തൊക്കെ പോകണമെങ്കിലേ ഇപ്പോൾ മണ്ണില്ലാണ്ടായപ്പോൾ മൂപ്പര 2 പ്രാവശ്യം വീട്ടിൽ പണി പറ്റിച്ച്. അപ്പോൾ ഞങ്ങളതിനെ കൊടുത്തു. ഭയങ്കര വിഷമത്തോടെയാണ് അത് പോയത്. മക്കളൊക്കെ ഒരുപാട് പ്രാവശ്യം കുറേ നേരം ഇരുന്ന് കരയും ഇതൊക്കെ ചെയ്തു. ഇപ്പോൾ അവർ മറന്നു വരുന്നുള്ളൂ. അടുത്ത ഒരെണ്ണം മേടിക്കാൻ മഴ പോയിട്ട് എന്ന് പറഞ്ഞ കാരണം കരച്ചിൽ ഒതുങ്ങിയിരിക്കുകയാണ്. കിണറ്റിൻ്റെ അവിടേക്ക് ആക്കിയിട്ട് ആക്കല്ലേക്ക, വെള്ളം തെറിക്കും കിണറ്റ്. പൂവാണ് പറമ്പിൽ കെട്ടാൻ പോവാണ് കേട്ടോ. അപ്പോൾ പോസ് വന്നിട്ട് ഒരു ഹായ് പറ. ഒന്ന് മൂളിയേ മൂള്. തിന്നാൻ പോണ ഉഷാറിലാണ് കേട്ടോ. ഹായ്. ഓക്കെ. അപ്പോൾ ടാറ്റാ. പറമ്പിൽ കെട്ടാൻ പോവാണ് കേട്ടോ. ഇന്നലെ രാത്രി ഞങ്ങൾ അവിടെ കൊണ്ട് കെട്ടിയിടാ. ആ പറമ്പിലാണ് കൊണ്ട് കെട്ടിയിടാറ്. അപ്പോൾ ഇന്നലെയൊക്കെ കുറച്ച് നീളത്തിൽ കയറ് കെട്ടിയിട്ടപ്പോൾ കഴുത്ത് കുടുങ്ങി. അപ്പോൾ ഞങ്ങൾ കിടന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആൾ മൂളി വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പതിവില്ലാണ്ട് എന്തെങ്ങനെ മൂളി വിളിക്കണമെന്ന് വെച്ചിട്ട് വാപ്പയും മക്കളും പോയിട്ട് ടോർച്ചൊക്കെ അടിച്ച് നോക്കിയപ്പോൾ മൂപ്പരാളെ കയറ് ചുറ്റിയിരിക്കുകയാണ്. അപ്പോൾ ചുറ്റിയത് കണ്ടപ്പോഴാണ് പേടിച്ചിട്ടാണ് കരഞ്ഞത്. എന്നിട്ട് ഞങ്ങൾ ചെന്ന് അതൊക്കെ ക്ലിയറാക്കി കൊടുത്തപ്പോൾ മൂപ്പര ഉഷാറായി. പിന്നെ ഞങ്ങൾ കൊടുന്ന് ഇവിടെ വീട്ടിൽ കെട്ടി. വീട്ടിൽ കെട്ടാറില്ല, പറമ്പിൽ തന്നെയാണ് കെട്ടാറ്. അപ്പോൾ ഇന്നലെ കരഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പാവുണ്ട് ഇവിടെ കൊടുന്ന് കെട്ടിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ കെട്ടി. അപ്പോൾ അത് ഹാപ്പിയായി. അപ്പം മൃഗങ്ങൾക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്നേഹമാണ്, അവർക്ക് നന്ദി ഉണ്ടാവും. അപ്പോൾ കൊടുന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൂ. വെക്കാനായിട്ട് നല്ല അടുപ്പാണ്. എവിടേക്ക് പോകുമ്പോഴേക്കും ആ റോഡ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. എവിടാ പോണേ വരുന്നതെന്നൊക്കെ നോക്കിയിട്ട്. ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണാം കേട്ടോ. പറമ്പിലാണ്. ഞങ്ങളെ പറമ്പൊന്നുമല്ല, എല്ലാവരും പറമ്പാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ കെട്ടിയിടാറുണ്ട്. കുറച്ച് പുല്ലൊക്കെ ഉള്ള കാരണം അതിനവിടെ നിൽക്കാനൊക്കെ നല്ല സുഖമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ പണികൾ നോക്കണം, ജോലിക്ക് പോകാനായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇൻഷാ അല്ലാ ഞായറാഴ്ച ഞങ്ങൾക്ക് ഇവിടെ ഒരു ഷീറ്റ് അടിക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ കട സ്നേഹിതം വന്നിട്ട് ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവന് ഇടങ്ങറൊന്നും ഇല്ലാണ്ട് ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആ വർക്ക് ചെയ്ത് കാണിക്കുന്ന ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ദുആയിൽ ഉൾപ്പെടുത്തുക ഞങ്ങളെ എല്ലാവരും. താങ്ക് യു.